ഈ സദാചാരത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരാളാണ് ചേച്ചി. നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് സദാചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പം നമ്മളിപ്പോ കുറച്ച് എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ചെയ്താൽ മാത്രമല്ല, ഒരാണും പെണ്ണും ഒരുമിച്ച് നിന്നാ വരെ സദാചാരക്കാരായിരിക്കും കൂടുതൽ ഡയലോഗുകൾ അടിക്കുന്നത്. അപ്പോ അതിനെതിരെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ആണും പെണ്ണും ഒരുമിച്ച് നിൽക്കുന്നത് ഇന്ന് തുടങ്ങിയതൊന്നും അല്ല. ഒരുപാട് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിലൊരു പ്രശ്നം തന്നെയായിരുന്നു. അതെന്താന്ന് അറിയാൻ പാടില്ല, അതങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളായിരിക്കും. അവർ കണ്ട ലോകമല്ലല്ലോ നമ്മൾ കാണുന്ന ലോകം, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഇപ്പം നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോഴും സദാചാരക്കാരാണല്ലോ കൂടുതൽ കമന്റ് ഇടാനും വരുന്നത്. ഞാൻ ഇതിൽ പറയാനുള്ള, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ളവരാണ്. ഈ മനഃപൂർവ്വം ചൊറിയാൻ വേണ്ടി കമന്റ് ഇടുക, ഓരോന്ന് വിളിച്ച് പറയുക എന്നൊക്കെ പറയുന്ന ലൈഫൊക്കെ ഒന്നെടുത്ത് പഠിക്കണം. അവരൊരു പക്ഷെ ഇതിനേക്കാളും മോശം സാഹചര്യങ്ങൾ കടന്നുപോയി ഇതിനേക്കാളും മോശം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നവരായിരിക്കും. ഒരാൾ പരദൂഷണം പറയുമ്പോൾ അവരുടെ ക്വാളിറ്റി കൂടി നമ്മൾ നോക്കണം. അവർ ക്വാളിറ്റി ഉള്ളവരാണോ, അവരുടെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു എന്നാൽ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളവരൊന്നും മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കില്ല. അത് അവരുടെ ക്വാളിറ്റിയാണ്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടൊരു പോസ്റ്റാണ് ഞാൻ. പണ്ടത്തെ ഒരു രൂപത്തിൽ നിന്നും ഇങ്ങനെ ആവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു പോസ്റ്റും വിത്ത് ഒരു കുറിപ്പായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ചേഞ്ച് എങ്ങനെയാ? ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ്. അതെ അതെ, ലൈറ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഒരു പോസ്റ്റ്. പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പോസ്റ്റ് അതൊക്കെ വലിയ സ്റ്റോറിയാണ്. ചെറുതാക്കി പറഞ്ഞാൽ മതി. അത് ആ ഫോട്ടോ എടുത്തത് ഞാൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ്. അപ്പം എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ, ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, നമ്മൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മുടെ കൂടെ പഠിച്ചവരും നമ്മുടെ വീട്ടുകാർ വരില്ല, നമ്മുടെ കൂടെ പഠിച്ചവരും അല്ലെങ്കിൽ നമ്മളെ അത്രയ്ക്ക് അടുത്തറിയുന്ന കുറച്ച് ആളുകളും ഒക്കെ അവർ തന്നെ നമ്മളെ ട്രോളാൻ വരും. അവർ തന്നെ ഈ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തിടും. അപ്പൊ അതിലും നല്ലത് ഞാൻ തന്നെ ഫോട്ടോ എടുത്ത് ഞാൻ തന്നെ എനിക്ക് ട്രോൾ ഉണ്ടാക്കി ഇടുന്നല്ലേ നല്ലത്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടതാ. അത് നല്ലൊരു അടിക്കുറിപ്പും എഴുതിയിട്ടിട്ടുണ്ട്. അല്ല, പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ എഴുതിയ കാര്യം സത്യം തന്നെയാണ്. കാരണം ഞാൻ പഠിച്ചതെല്ലാം കേരളത്തിൽ തന്നെയാണ്. അപ്പൊ ഞാൻ പഠിച്ചിരുമ്പോൾ തൊട്ടേ ഒരുപാട് മാറി ചിന്തിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. എൻ്റെ +2 സമയത്തൊക്കെ തന്നെ ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കുന്നതായിരുന്നു. ഭയങ്കര സദാചാരത്തിൽ ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സദാചാരമായിട്ടും സദാചാര പരദൂഷണ കമ്മിറ്റിയുമായിട്ടൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആരും ഇപ്പൊ കുറച്ച് റിബെല്ലായിട്ടുള്ളൊരു നേച്ചർ എനിക്കുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം, നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, ആ ചിന്താഗതികളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫെമിനിസം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കൊടുക്കുന്ന വില അതെനിക്കറിയാമായിരുന്നു. അങ്ങനെ കുറച്ച് ചേഞ്ച് ആയി. പിന്നെ ലൈഫിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി, കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായി. പക്ഷെ അത് ഒരു സ്ഥലത്ത് വന്നിരുന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിലൂടെ കടന്നു പോയപ്പം പിന്നെ ഇതൊന്നും എനിക്കൊരു മൈരുവല്ല എന്ന് തോന്നി. ലൈഫ് അങ്ങനെയാണ് പഠിച്ചത്. ആ ലൈഫ് അങ്ങനെയാണ് പഠിച്ചത്. കാരണം നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ മാത്രമേ കാണുള്ളൂ. ഇന്ന് നമ്മുടെ കൂടെ നിന്ന് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്ന് പറയുന്നവര് നാളെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമുക്കൊരു കല്യാണം കഴിക്കുന്നത് പോലും കുറച്ചുനാൾ കഴിയുമ്പോൾ അത് നമുക്കൊരു ബാധ്യതയാവും. നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാലും ആദ്യം എല്ലാവരും എന്താ പറയാ, സോൾവ് ആക്കും മോളെ, സംസാരിക്കും മോളെ എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ നടന്ന് പിന്നെ നമ്മുടെ സമയവും നമ്മൾ നശിപ്പിച്ചു കളയുകയാണ്. പക്ഷെ ഇപ്പൊ കുറച്ച് മാറ്റം വന്നു, അല്ലെ? സമൂഹത്തെ കുറിച്ച് മാറ്റം വന്നു. പക്ഷെ ഞാനത് അന്നേ ചിന്തിച്ചിരുന്നു. അതാണ് വ്യത്യാസം. നമ്മൾ പോകുന്ന ജനറേഷൻ അനുസരിച്ച് ഇതൊക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അപ്ഡേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ ക്ലീവേജ് കണ്ടു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടൊന്നും കണ്ടു വെച്ചോ, അവർക്ക് വികാരമൊന്നും വരില്ല. കോളേജിൽ ഇപ്പം ഷോർട്സ് ഇട്ടുകൊണ്ട് പോയി, സ്ലീവ്ലെസ് ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ അവർക്കതും കണ്ട പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. പിള്ളേരൊക്കെ അപ്ഡേറ്റഡാ. പക്ഷെ അതിപ്പോഴും വസന്തങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെയുള്ള വസന്തങ്ങൾ ഇനിയും കാണും. ഇങ്ങനെയുള്ള വസന്തങ്ങൾ, ഈ വസന്തങ്ങൾ എന്ന് പറയുന്നത് പ്രായമുള്ളവരെ അല്ല കേട്ടോ, എല്ലാ ഏജ് ഗ്രൂപ്പിലും വസന്തങ്ങളുണ്ട്. 20 to 25 വയസ്സിനുള്ളിൽ കാണും ചിലപ്പോൾ വസന്തം. കാലഘട്ടം വളരുന്നതനുസരിച്ച് വളരാത്തവർ. അതെ, കാലഘട്ടം വളരുന്നതനുസരിച്ച് വളരാത്ത വസന്തങ്ങൾ. ചേച്ചി, ഞാൻ കേട്ടൊരു കാര്യം ചോദിക്കുവാണ്. ഇപ്പൊ മോഡലിംഗ് രംഗത്തുള്ള സ്ത്രീകള് എല്ലാ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ? മോഡലിംഗ് ഫീൽഡിലുള്ള സ്ത്രീകൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ടുള്ളതാണോന്നോ? തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും അല്ല. അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? ശരിക്കും ഇപ്പൊ എന്റെ ഈ ചോദ്യത്തിന് എന്താ, എങ്ങനെ മോഡൽ ആകാമെന്നാണോ? ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്നത്? അതെ, ഇൻഡസ്ട്രിയിൽ ഫോട്ടോഷൂട്ടുകൾ നടക്കുന്നു. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു, അവർ നമ്മളെ സെലക്ട് ചെയ്ത് ഷൂട്ടിന് പോകുന്നു, പൈസ വാങ്ങുന്നു, തിരിച്ചു വരുന്നു. ഇതാണ് നടക്കുന്നത്.
ചേച്ചി ഒരിടത്ത് പറയുന്ന കേട്ടോ റാം വോക്കിന് താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് റാം വോക്കുന്ന. അല്ല, റാമ്പ് വോക്ക് എനിക്ക് ചെയ്ത് മടുത്തു. ആ അതുകൊണ്ടാ കുറെ വോക്ക് ചെയ്തല്ലോ, അപ്പൊ ഇനിയിപ്പോ എന്തിനാണ് റാമ്പ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഞാൻ തുടങ്ങിയത് റാമ്പിലൂടെയായിരുന്നു, ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അന്ന് ഞാൻ പ്രിന്റ് ഒന്നും ചെയ്തിട്ടില്ല, റാം ഷോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിലവില് ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നത്? നിലവില് റാമ്പ് ഇപ്പൊ ചെയ്യുന്നില്ല. അത് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, റാമ്പ് ചെയ്ത് മടുത്തത് കൊണ്ടാണ്. നമ്മള് റാമ്പിൽ നടന്ന ദൂരം നടന്നിരുന്നെങ്കിൽ ഇപ്പൊ കാശ്മീർ വരെ എത്തിയനെ, നടന്ന് അങ്ങ് കാശ്മീരിന്റെ അറ്റം വരെ എത്തിയനെ. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് നടന്നു മടുത്തു. അപ്പോൾ ഒരു മാറ്റം ജീവിതത്തിൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്നു. അപ്പം പിന്നീട് ഞാൻ പ്രിന്റിലേക്ക് മാറി, പ്രിന്റ് ഷൂട്ട്സ്, ആഡ് ഷൂട്ട്സ് മാറി. പക്ഷെ അതങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഒരുപാട് അങ്ങോട്ട് പ്രിന്റ് ഷൂട്ട്സോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ ആയുധം സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം നിങ്ങളുടെ ചാനലും എല്ലാം സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ മുന്നിലുള്ള ഒരു ആയുധം. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കൂടുതൽ ആക്റ്റീവ് ആവുക എന്നൊരു തോന്നൽ വന്നു. പണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നില്ല, പണ്ട സമയത്ത് തുടങ്ങിയ ടൈമിലൊന്നും. പിന്നീടാണ് ആക്റ്റീവ് ആയത്. അപ്പം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതോട് കൂടി കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അപ്പം അങ്ങനെ ഈ ഇൻഫ്ലുവൻസിങ് വീഡിയോസ് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ആഡ്സ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ വരുന്ന ആഴ്ച ചെന്നൈയിൽ ഒരു ആഡ് ഉണ്ട്. അപ്പം അങ്ങനെ പറ്റുന്ന എല്ലാ പണിയും ചെയ്യും. ഇപ്പൊ ചേച്ചി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമില് കുറച്ചും കൂടി ആക്റ്റീവായി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി എന്ന്. പല രീതിക്കും ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവുന്നവരുണ്ട്. ചേച്ചി എന്ന ഒരു വ്യക്തി കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടാണ് ആൾക്കാരിലേക്ക് എത്തിയത് എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എക്സ്പോസ് ചെയ്തിട്ട് എത്തിയാലും ചെയ്യാതെ എത്തിയാലും അത് എൻ്റെ മിടുക്കാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എക്സ്പോസ് ചെയ്യാത്ത ഒരുപാട് ടോക്ക് ഷോസിന്റെ ഒക്കെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ അതിനൊന്നും സാധാരണ ചുരിദാറും അങ്ങനത്തെ നോർമൽ ടീഷർട്ട്സും അങ്ങനത്തെ ഡ്രസ്സുകൾ മാത്രമേ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇനി എക്സ്പോസ് ചെയ്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ മിടുക്ക, ഞാൻ വരവ് വെച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വൈറലായാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങൾക്ക് കഴിക്കാനുള്ള ഇതൊന്നും ആരും അരിയൊന്നും ഇവിടെ നിന്നും വേറെ ആരും കൊണ്ടുതരും. വൈറലാവാൻ വേണ്ടി ഇന്നും ചെയ്യാമെന്നാണോ? അങ്ങനെയല്ല, വൈറലാകാൻ വേണ്ടി ഇന്നും ചെയ്യാമെന്നല്ല. പിന്നെ അത് കുറച്ചുകൂടെ ചോയ്സ്. ഇപ്പൊ നിങ്ങൾക്ക് വൈറലാവാൻ എന്തെങ്കിലും ചെയ്യണം, എന്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്താ, ഇപ്പൊ ഒരാള് വൈറലാകാൻ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് എന്നെ ബാധിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനത് കണ്ടാൽ മാത്രം പോരെ. അല്ല, ഫെയിമിന് വേണ്ടി ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഷൂട്ട്സ് ആയാലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഷൂട്ട്സ് നമ്മളെ ശരീരഭാഗം കാണിച്ചുകൊണ്ട് എക്സ്പോസ് ചെയ്തിട്ടായാലും കാണിക്കുന്നുണ്ടല്ലോ ഫെയിമിന് വേണ്ടിയിട്ട്. കുറച്ച് കുട്ടികളെ എനിക്കറിയാം, അവർക്ക് കമന്റ്സ് വേണം, ലൈക്ക് വേണം എന്ന് പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്. അവരോട് എനിക്ക് പറഞ്ഞത് അത് ആളുകൾ കാണാൻ ഇരുന്നിട്ടല്ലേ, ആളുകൾക്ക് കാണാൻ താല്പര്യം മറ്റൊരാളുടെ നഗ്നതയാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഒരു സ്ലീവ്ലെസ് സെറ്റാറോ ഉടനെ അതിലോട്ട് നോക്കാനാണ് നാട്ടുകാർക്ക് താല്പര്യം. ഒരാൾക്ക് കാണാൻ താല്പര്യം മറ്റൊരു വ്യക്തിയുടെ നഗ്നതയാണ്. അങ്ങനൊരു പ്രവണത ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള ഷൂട്ടുകളും ഉണ്ടാവും. അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെയല്ലേ? കാണിച്ചു കൊടുത്തിട്ടെന്നല്ല, ഇപ്പൊ കാണണ്ടെങ്കിൽ കാണണ്ടല്ലോ, അത് മാറ്റി വേറെ എന്തൊക്കെ ചെയ്യും. ഇവിടെ പോൺ ഫിലിംസ് ഇറങ്ങുന്നു, നമുക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ സിനിമകൾ ഇടുന്നില്ലല്ലോ ആരും.